തിരുവനന്തപുരം ജില്ലയിൽ പേയാടിന് സമീപമായിട്ടാണ് ഈ ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. പേയാടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് കൊല്ലംകോണം എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു വീഡിയോ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 4.5 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് നല്ലൊരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങൾ, ഫാൻസി ലൈറ്റ്സൊക്കെ കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല മനോഹരമായിട്ടൊരു വീട് തന്നെയാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു വീടിന് വരുന്നത്. നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് ഇഷ്ടപ്പെട്ടവർക്കും വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട് കിടക്കാം. ഇപ്പോൾ ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടേജൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസും നൽകിയിട്ടുണ്ട്. 2 കാർ വരെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ മനോഹരമായൊരു സിറ്റ് ഔട്ട്. 8x8 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല ഫാൻസി ലൈറ്റും കൂടാതെ സ്പോട്ട് ലൈറ്റും നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. നല്ല മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 20x20 ലിവിങ് ഏരിയ ഡയമെൻഷൻ. നല്ല മനോഹരമായ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ലിവിങ് ഏരിയ മുഴുവനും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു മനോഹരമായ പാർട്ടീഷനും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലോട്ട്. നമുക്കടുത്ത് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 15x11 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയ്ക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷോക്കേഴ്സ് മോഡൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന കിച്ചണിലോട്ട് നമുക്ക് പോകാം. ഒരു ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് വീടിന് ചെയ്തിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് കൂടാതെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എൻട്രൻസ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 12x12 കിച്ചൻ്റെ ഡയമെൻഷൻ. മാറ്റ് ഫിനിഷിംഗ് വരുന്ന നല്ല മനോഹരമായ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. നല്ല മോഡുലാർ കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തന്നെ കബോർഡ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് വയ്ക്കുവാനുള്ള ഒരു സ്പോട്ട് അവർ നൽകിയിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിന് 5 ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഹാൾ, ഒരു ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ, 2 ബെഡ്റൂമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 15x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്ത് നല്ല മനോഹരമായ വോൾ ആർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിലോട്ട് കയറി വരുന്ന ആ ഒരു പോർഷനിലായിട്ടാണ് ഒരു വാൾ റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം.
12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തും വാൾ ആർട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് മനോഹരമായി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ പാറ്റേൺ രീതിയിൽ വരുന്ന സ്റ്റെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാൾ ആർട്ടും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 22x16 ഈ ഹാളിൻ്റെ ഡയമെൻഷൻ. എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കജേരയുടെ നല്ല വെരിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയൊരു റൂം തന്നെയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാൾ ആർട്ടും കാര്യങ്ങളും ചെയ്ത് കാണാൻ പറ്റും. റൂമിലോട്ട് കയറി വരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് വാൾ റൂംസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തും വാൾ ആർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഫാൻസി ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തും വാൾ ആർട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ച് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. നല്ല മനോഹരമായൊരു ഏരിയ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8x10 ബാൽക്കണി ഡയമെൻഷൻ. ഈ ഒരു ബാൽക്കണിയുടെ പകുതി പോർഷനിൽ നമുക്ക് ടൈൽസൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈകിട്ടൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.